കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിലേക്ക് ബി.ജെ.പി. പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ ഉന്തും തള്ളും. ആശുപത്രിയിൽ പ്രസവാനന്തര ചികിത്സയുമായി ബന്ധപ്പെട്ട് യുവതി മരിച്ചതിൽ പ്രതിഷേധിച്ചാണ് മാർച്ച് നടത്തിയത്. ആശുപത്രി ജീവനക്കാരുടെ അനാസ്ഥയാണ് മരണകാരണമെന്ന് ബി.ജെ.പി. ആരോപിച്ചു. കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിലെ ചികിത്സാ പിഴവിനെ തുടർന്ന് യുവതി മരിച്ചതിൽ പ്രതിഷേധിച്ചാണ് ബി.ജെ.പിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചത്. കരുനാഗപ്പള്ളി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. ആശുപത്രിക്കകത്തേക്ക് പ്രവർത്തകർ കടക്കാൻ ശ്രമിച്ചത് ഉന്തും തള്ളിനും കാരണമായി. നേതാക്കൾ ഇടപെട്ടാണ് പ്രവർത്തകരെ ശാന്തരാക്കിയത്. വെറ്റമുക്ക് സോമൻ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. എന്ന് പറയുന്ന തേവലക്കരയിലെ 22-ാം വാർഡിൽ താമസിക്കുന്ന ഒരു പാവപ്പെട്ട കുടുംബത്തിലെ ഒരു വനിത, ആ വനിതയ്ക്ക് മതിയായ ചികിത്സ കിട്ടിയില്ല എന്നുള്ളത് മാത്രമല്ല, നിലവിൽ അനിസ്തേഷ്യ എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ പ്രക്രിയയുടെ ആദ്യ ചടങ്ങ് ചെയ്യുമ്പോൾ ഇവിടുത്തെ ആശുപത്രിയിലെ ജീവനക്കാരെ നിലവിൽ പരാജയപ്പെട്ടു. ഇവിടുത്തെ ആശുപത്രിയിലെ ജീവനക്കാരെ പരാജയപ്പെട്ടു എന്ന് വേണം പറയുവാൻ. കാര്യം ഞാൻ അങ്ങനെ പറയുന്നത്, ഒരു രോഗി ഓപ്പറേഷനിലേക്ക് കടക്കുമ്പോൾ നിലവിൽ അനിസ്തേഷ്യ എന്ന് പറയുന്ന ഒരു പ്രക്രിയയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആ രോഗിയുടെ എക്സ്റേ എടുക്കണം, ബ്ലഡ് പരിശോധിക്കണം, ECG എടുക്കണം. നിലവിൽ ഈ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എടുക്കുമ്പോഴും ആ രോഗിയുടെ ഒരു മുൻ ചികിത്സയുടെ ഹിസ്റ്ററി നിലവിലെ ഇവിടുത്തെ ഡോക്ടർമാരെ വരുത്തി പരിശോധിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. ആ രോഗിയുടെ ഒരു ഹിസ്റ്ററി, അപസ്മാരം എന്ന് പറയുന്ന രോഗം അടക്കമുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ച് നിങ്ങൾ പരിശോധിച്ചതിന്റെ റിപ്പോർട്ട് ഉണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്നും പിഴവുകൾ പറ്റിയിട്ടില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ അങ്ങനെ വേണ്ടുന്നത്ര നടപടിക്രമങ്ങള് ഓപ്പറേഷന് മുമ്പായി എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ പിഴവ് തന്നെയാണ്. മണ്ഡലം പ്രസിഡന്റ് ആർ മുരളി അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് KR രാജേഷ് മുഖ്യപ്രഭാഷണം നടത്തി. ഏരിയ പ്രസിഡന്റ് പ്രദീപ് ലാൽ, ജില്ലാ വൈസ് പ്രസിഡന്റ് ശാലിനി രാജീവൻ, മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ നിജിത്ത്, S രഞ്ജിത്ത്, മണ്ഡലം ഭാരവാഹികളായ വിജയശ്രീ, സന്തോഷ്, ജയ, ഏരിയ ഭാരവാഹികളായ ബിജു, പ്രദീപ്, ഋഷീന്ദ്രൻ, റിജോ, ശിവകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.